നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം ഞാൻ നടത്തുകയാണ്. ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ അവലോകനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വലിയ രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാനൊന്ന് പ്രതികരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുകയാണ്. ഇതിനകത്തൊക്കെ ഉള്ള എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചേക്കണം എല്ലാവരും. അപ്പോൾ ഇവിടെ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ശ്രീ PV അൻവർ അവിടുത്തെ MLA ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് രാജിവെച്ചതെന്നുള്ളത് അദ്ദേഹം തന്നെ വെളിവാക്കി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് വലിയ ഒച്ചപ്പാടും ഒരുപാട് വാഗ്വാദങ്ങളും ഒക്കെ നടന്നതാണ് ഒരു കാലത്ത്. ഇപ്പോൾ അത് ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അതിന് മുമ്പ് ശ്രീ PV അൻവർ വ്യക്തമാക്കിയത് അദ്ദേഹം ഒരു നേരത്തെ ആദ്യം DMK-യിൽ പോയി ചേരാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല, പല കാരണങ്ങളും കൊണ്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നോക്കിയപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നുള്ള ലേബലുള്ള തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ്സിന് ഏതാണ്ട് കഴിഞ്ഞ വർഷം മുതൽ ദേശീയ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് സംഭവം ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും TMC-യിൽ അദ്ദേഹം പോയി ചേരുന്നു. TMC-യുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് എന്നുള്ള വിളംബരമൊക്കെ നടത്തി. അപ്പോൾ അത് ഒരു പാർട്ടി അദ്ദേഹം പുതിയതായിട്ടൊരു പാർട്ടി അദ്ദേഹം ഫ്ലോട്ട് ചെയ്തതല്ല, അവിടെ നമുക്ക് മനസ്സിലാകണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ UDF-ൽ അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനും വന്നു. അത് UDF-കാർ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം നടന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഒന്ന് ചേലക്കര നിയോജക മണ്ഡലത്തിലും ശ്രീ K രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന ചേലക്കര മണ്ഡലത്തിലും, പിന്നെ അതേപോലെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് വന്നു. അവിടെ പാലക്കാട് മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ചേലക്കരയിൽ ശ്രീമതി രമ്യ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പക്ഷേ അമ്പേ പരാജയപ്പെട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ മറ്റേ ചേലക്കര മണ്ഡലത്തിൽ TMC-യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ അദ്ദേഹം മത്സരിപ്പിച്ചു, ശ്രീ PV അൻവർ മത്സരിപ്പിച്ചു. അപ്പം തന്നെ അവർ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വെളിയിൽ വന്നതാണ്. അത് കഴിഞ്ഞ് പാലക്കാട് വന്നപ്പോൾ, പാലക്കാടിൻ്റെ കാര്യം വന്നപ്പോൾ പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥാനാർത്ഥി നിർത്താതിരുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചെറിയ ഒരു ഊഹമൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവർ തമ്മിൽ വലിയ പ്രശ്നമായല്ലോ. അതായത് ശ്രീ VD സതീശൻ ഒരു കർശന നിലപാടെടുത്തു. ശ്രീ അൻവർ, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ, അവിടുത്തെ UDF സ്ഥാനാർത്ഥി, നിലമ്പൂരെ UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു. അത് അംഗീകരിച്ചാൽ മാത്രമേ ബാക്കി UDF പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞു. വാതിലടഞ്ഞു എന്നുള്ളതാണ് വന്നേക്കുന്നത്. ശ്രീ PV അൻവർ അവിടെ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം മത്സരിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആദ്യം വെളിയിലോട്ട് വന്നിരുന്നത്. ശ്രീ അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അൻവറിന് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിഞ്ഞൂടാ. കാരണം അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ സമയം കഴിയുമ്പോൾ തോറും പറയുന്ന അതാണ്. അദ്ദേഹത്തിന് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിനെ കുറിച്ച് പിണറായിസം എന്നുള്ളൊരു വാക്കും അതുപോലെ തന്നെ മരുമോനിസം എന്നുള്ളൊരു വാക്കുമൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നത്, ആ യൂസേജ് കൊണ്ടുവന്നത് ശ്രീ PV അൻവറാണ്. ഏതായാലും അത് പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ ഉള്ള വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ഒരു പ്രവേശനമില്ലായ്മ അദ്ദേഹത്തിന് തോന്നി. കാരണം UDF-ൽ പ്രവേശിപ്പിക്കണം. അപ്പോൾ ശ്രീ PV അൻവർ ഈ ഒരു അവസരം അങ്ങ് മുതലെടുക്കാൻ ഒരു ശ്രമം നടത്തിയതായിട്ട് UDF-കാർക്ക് തോന്നിയിട്ടുണ്ട്. കാരണം UDF പ്രവേശനം നടത്തിയതിന് ശേഷം മാത്രമേ ബാക്കി ആലോചിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ അദ്ദേഹം നടത്തി. പക്ഷേ അത് വളരെ വില പോയില്ല. കാരണം കോൺഗ്രസ്സിൽ കുറച്ച് ഭാഗം ആളുകൾക്കും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗം ആളുകൾക്കൊക്കെ
ശ്രീ പി വി അൻവർ കൂടെ നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ശ്രീ വി ഡി സതീശനെ പോലെയുള്ള ചില ഹാർഡ് കോർ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർ അവർ അവർ വലിയൊരു തീരുമാനമെടുത്തു. അത് ആദ്യം ഈ സ്ഥാനാർത്ഥി അംഗീകരിക്കട്ടെ, പിന്നെ ആവട്ടെ എന്നുള്ളതായി. അപ്പോൾ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു ശ്രമം കൂടെ അതിൻ്റെ ഇടയിൽ ഉണ്ടായി. കാരണം ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ശ്രീ ജോയിയാണ് എന്ന് ഒരു പ്രഖ്യാപനം ശ്രീ അൻവർ നടത്തി. യഥാർത്ഥത്തിൽ അതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലേ വേണ്ടത്. TMCയുടെ സ്ഥാനാർത്ഥി അല്ലേ ശ്രീ അൻവറിൻ്റെ സ്ഥാനാർത്ഥി അൻവറിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന് അല്ലെ ഇടതുപക്ഷത്തിന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റില്ല, അത് ഇന്നാര് വേണം എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും. ഏതായാലും മത്സരം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ശ്രീ അൻവറെ ഇതിനകത്ത് ഒരു അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റാം, പക്ഷേ ആദ്യം സ്ഥാനാർത്ഥി അംഗീകരിക്കണം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി, ശ്രീ അൻവറിനുണ്ടാക്കി, അതുപോലെ കോൺഗ്രസിനും ഉണ്ടാക്കി. ഏതായാലും അത് നടന്നില്ല. ഇപ്പോൾ ശ്രീ അൻവർ അവിടെ ഒരു നാമനിർദ്ദേശ പത്രിക 2 എണ്ണം സമർപ്പിച്ചു, 2 സെറ്റ് കൊടുത്തു. അതിൽ ഒരെണ്ണം TMCയുടെ പേരിൽ മത്സരിക്കുന്നതായിട്ടും ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നതായിട്ടും ബുദ്ധിപൂർവ്വമാണ് ചെയ്തു. ഇത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാലും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ അൻവറിന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. നമുക്കത് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളെന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം മുൻകൂട്ടി കണ്ടേക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ സ്വരാജ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ കുറച്ച് മത്സരം കടുത്തു. അതുവരെ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും ഒരാളെ ഇതിൽ നടത്തിയെടുത്ത് ഒരു സ്ഥാനാർത്ഥിയാക്കുക, അങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും നടത്തിയത്. ഇപ്പോൾ പാലക്കാട് സരിനെ പിടിച്ച്, കോൺഗ്രസ്സുകാരനായ സരിനെ പിടിച്ച് CPFകാരനായിട്ട് മത്സരിപ്പിച്ചു കേട്ടോ. എന്ന് പറഞ്ഞ പോലെ ഇത് ആരെങ്കിലും പറിച്ചെടുത്ത് നടാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തി നോക്കി, അത് നടന്നില്ല. അതേപോലെ തന്നെ BJP ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു BJP സ്ഥാനാർത്ഥി ഒന്നും നിർത്തുന്നില്ല, കാരണം അവിടെ പ്രയോജനമില്ലാത്തൊരു സ്ഥലമാണെന്നുള്ളത് അവർ തന്നെ വെളിവാക്കിപ്പോയി. അതൊരു യഥാർത്ഥത്തിൽ വളരെ ബുദ്ധികെട്ട ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇനി ഇപ്പോൾ അവർ ഈ മത്സര രംഗത്തേക്ക് വരാനുള്ള ഒരു ഒരുക്കത്തിലാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഉദാസീനത അവിടെ ഉണ്ട് ആ കാര്യത്തിൽ. അതിനകത്ത് കാരണം അവർ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. BD ജയസിനെ കൊണ്ട് സ്ഥാനാർത്ഥി നിർത്താൻ നോക്കി, അതവിടെ പച്ച കൊടുകയല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശരി വേണ്ട എന്നുള്ള ഒരു ധാരണ അവരെടുത്തു. അപ്പോൾ പിന്നെ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇപ്പം നിർത്തണം. അങ്ങനെ നോക്കിയപ്പോൾ ഒരു കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഇരുന്ന ഒരാൾ, ഇപ്പോൾ അത് ഏത് പാർട്ടിയിലാണ് അദ്ദേഹം ഉള്ളതെന്നും എനിക്കറിയില്ല, അയാളെ ഏതായാലും പിടിച്ചെടുത്ത് ഇപ്പോൾ BJP കടമെടുത്ത് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അത് അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ അവിടെ ഈ സ്വരാജ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് രംഗം മാറി. കാരണം സ്വരാജ് നിലമ്പൂരുകാരനാണ്. അപ്പോൾ നിലമ്പൂരുകാരനാണെങ്കിൽ പോലും സ്വരാജിനെ നിലമ്പൂരുകാർ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം നിലമ്പൂരല്ലായിരുന്നു. പിന്നെ സ്വരാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. കാണാൻ വളരെ സൗമ്യനാണ്, പെരുമാറ്റത്തിൽ വളരെ സൗമ്യനാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വിവാദപരമായ കാര്യങ്ങളുണ്ടാകും. കാരണം പണ്ട് ശ്രീ VS അച്യുതാനന്ദനെ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് വലിയൊരു ഒച്ചപ്പാടുണ്ടായി. അത് VS അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ശബരിമല ശ്രീ അയ്യപ്പനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തി. അതായത് മാളികപ്പുറത്തമ്മയും അയ്യപ്പനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാണെന്ന്. അത് വളരെ വലിയ വിവാദം ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ പറയും ചില കാര്യങ്ങൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടത്. വേറെ ഒരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വളരെ വിവാദപരമായ ഒരു പ്രശ്നം ഒരു പ്രസ്താവന നടത്തിക്കളഞ്ഞു. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ ഹമാസിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്താവന, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം വിവാദം സൃഷ്ടിക്കുക എന്നുള്ളത് അദ്ദേഹം അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അതാണ് കാര്യം. എന്നാൽ അത് ആ പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം വളരെ ഒരു പ്രത്യേക രീതിയിലുള്ള പറച്ചിലായി പറയുന്നതൊക്കെ. ഏതായാലും അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഏതായാലും അതും അങ്ങ് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. പിന്നെ ഇനി ഇപ്പം ഇത് മാത്രമേ അദ്ദേഹത്തിന് ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല.
അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണെന്നോ അല്ലെങ്കിൽ ഒരു അഴിമതി നടത്തുന്ന ആളാണെന്നോ ഒരു കാര്യമില്ല. അതായത് ആ രീതിയിലൊരു സംശുദ്ധമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തൃപ്പൂണിത്തുറ മത്സരിച്ച് ജയിച്ചതാണ്. രണ്ടാമത് മത്സരിച്ചപ്പോൾ തോറ്റുപോയി. ആദ്യം മത്സരിച്ച് ജയിച്ചാൽ അവിടുന്ന് അദ്ദേഹം ഇവിടോട്ട് പറിച്ചു നടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് അങ്ങനെ പോകുന്നത് ഇപ്പോൾ ട്രെയിനിൽ കയറി അവിടെ ചെന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും നിലമ്പൂരുകാർ അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. ആര്യാടൻ മുഹമ്മദ്, ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം ഏതാണ്ട് കാലങ്ങൾ തന്നെ നിലമ്പൂർ ഏതാണ്ട് സ്വന്തം അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകമായിട്ട് കൊണ്ടു നടന്ന ആളാണ്. വളരെ കോൺഗ്രസിൻ്റെ അന്ന് യഥാർത്ഥ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമാണ്, കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളും ശ്രീ ആര്യാടൻ മുഹമ്മദ് വളരെ രാഷ്ട്രീയ ഒരു തന്ത്രജ്ഞനാണ് എന്ന് തന്നെ പറയാം ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ മകനാണ്. അല്ലാതെ എനിക്ക് ശ്രീ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാൻ അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് അവിടെ സപ്പോർട്ട് കാണും. ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്നുള്ള നിലയിലുള്ള സപ്പോർട്ടൊക്കെ കാണും. കാരണം ഈ ഇലക്ഷൻ പ്രചരണത്തിന് തന്നെ ഇറങ്ങിയത് നേരെ അദ്ദേഹത്തിൻ്റെ ഖബറിൽ പോയിട്ട്, ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബറിൽ പോയി അവിടെ ഖബർ സിയാറത്തൊക്കെ നടത്തിയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റേതായ താല്പര്യങ്ങൾ കാണും. ഇനി അങ്ങനെ വന്നപ്പോൾ ശ്രീ അൻവറിൻ്റെ അതുവരെ ആരും പ്രതീക്ഷിച്ചല്ല, അൻവർ ഈ പറഞ്ഞ പോലെ 2 സെറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. കൊടുത്തില്ലേ, ഒന്നാമത് TMCക്ക് കൊടുത്തത് എന്താണ്, അതിനകത്ത് വന്നപ്പോൾ ആ പത്രിക കൊടുത്തപ്പോൾ ഒരു 10 പേരുടെ ഒപ്പതി വേണം, അതായത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ. ഇത് ശ്രീ അൻവറിന് അറിയാൻ വയ്യാത്തൊന്നുമല്ല. ഒരുപാട് പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ച ആളാണ് അദ്ദേഹം, വളരെ കാലമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ആളാണ്. ഇത് അറിയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതേ TMCയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ 10 പേരുടെ ഒരു ആ സപ്പോർട്ടേഴ്സിൻ്റെയും കൂടെ കൊടുത്തിട്ട് വേണമായിരുന്നല്ലോ ഇത് ചെയ്യാൻ. പക്ഷേ അത് ചെയ്തിട്ടില്ല. അതില്ലാത്തത് കൊണ്ട് ഈ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. അപ്പോൾ TMCയുടെ കാൻഡിഡേറ്റ് ആയിട്ടല്ല അദ്ദേഹം അടുത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഇപ്പോൾ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് സിമ്പലിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഏതാണ്ടൊക്കെ ഒത്തിരി സിമ്പലുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പോൾ TMCയുടെ കാൻഡിഡേറ്റ് അല്ല ഇപ്പോൾ അദ്ദേഹം, യഥാർത്ഥത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇനി ശ്രീ അൻവർ മത്സരിച്ചാൽ നഷ്ടം ഉണ്ടാകുന്ന ആർക്കാണ് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ അൻവർ ജയിച്ചേക്കുന്ന 2 പ്രാവശ്യം ജയിച്ചേക്കുന്നതും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചത്. അങ്ങനെ വരുന്നുണ്ടേ യഥാർത്ഥത്തിൽ അദ്ദേഹം ജയിച്ചേക്കുന്ന ഇടതുപക്ഷക്കാരുടെ വോട്ടല്ലേ, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള വോട്ടുകളും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടെ ചേർന്നാണ് അദ്ദേഹം ജയിച്ചേക്കുന്നത്. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നാൽ അതിന് നഷ്ടം വരാവുന്നത് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തിനാണ്. കാരണം അതിൽ നിന്നുള്ള വോട്ടുകളാണ് അൻവറിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇനി UDF ചതിച്ചു എന്നൊക്കെയുള്ള പ്രഖ്യാപനം കൊണ്ട് UDF നിന്ന് വല്ലതും കിട്ടിയാൽ ആയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും ജയിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി ജയസാധ്യത അവിടെ കാണാൻ പറ്റുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ അൻവർ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇത് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം ഇത് പിൻവലിച്ചിട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, എന്താണ് ശ്രീ അൻവർ എന്നുള്ളത് വെളിവാകും. കാരണം ഈ ഇലക്ഷന് കിട്ടുന്ന വോട്ടല്ലേ, അതിൻ്റെ എണ്ണമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് ആളുകൾക്ക് കുറവാണെങ്കിൽ തോന്നും, കൂടുതലാണെങ്കിൽ നല്ലത്, ജയിച്ചാലും നല്ലത്, അത് കുഴപ്പമൊന്നുമില്ല. കാരണം നിലമ്പൂരുകാർക്ക് വേണ്ടി അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നെങ്കിൽ നല്ലതാണ്, ജയിച്ചോട്ടെ, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇത് ആ ജയസാധ്യതയില്ലെങ്കിൽ അദ്ദേഹം ബുദ്ധിപരമായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. മാറി നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെറ്റൽ വെളിയിലേക്ക് വരും. അങ്ങനെ ഒരു കുഴപ്പം കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, അവിടുത്തെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റിയത് ഈ ശ്രീ സ്വരാജും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ UDF LDF തമ്മിലുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ഫൈറ്റായിട്ട് മത്സരമായിട്ട് മാറി. BJP ഒക്കെ അപ്രസക്തമാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വല്ല പിടിപാടും ഒക്കെ കാണും, വേറെ കാര്യം, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഫൈറ്റാണ്
LDFും UDFും തമ്മിലുള്ളത്. ആ രീതിയിലേക്കാണ് ഈ ഇലക്ഷൻ പോകുന്നത്. പിന്നെ ഇതിലാര് ജയിക്കും എന്ന് ചോദിച്ചാൽ പ്രവചനാതീതമാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം രണ്ടുപേർക്കും ഒരു ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. പിന്നെ അതിലല്പം മുൻതൂക്കം ഞാൻ കാണുന്നത് ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ്. ഇനി അത് എങ്ങനെ വരും, അത് ഞാനിത് ഒരു അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഇത് ആരും ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് ഇതുകൊണ്ട് ആരും പറയണ്ട. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കത്തുമില്ല തെരഞ്ഞെടുപ്പിന്. അത് ഞാൻ വെളിവാക്കുകയാണ്.